ഇപ്പം ഖത്തറിലൊക്കെ ഹമദിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സാലറി നല്ല 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 പേ ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു 40 വയസ്സോ 45 വയസ്സോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ, 29 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓരോ വർഷവും ഈ ഫെഡറൽ എക്സ്പ്രസ് എൻട്രി കാറ്റഗറിയിൽ വരുമ്പോൾ പോയിന്റ് കുറയും നമ്മുടെ ഏജിനനുസരിച്ച്. എല്ലാവരും കൂടുതലും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള നഴ്സസ് ആണ് കൂടുതലും ഇങ്ങനെ പൈസ പേ ചെയ്തിട്ട്, ഈ വലിയ എമൗണ്ട് പേ ചെയ്തിട്ട് വരുന്നത്. ഏജ് ഒരു ഫാക്ടറാണ്. ഇപ്പം ഇങ്ങനെ വന്നിട്ടുള്ള പല ആൾക്കാരുടെയും കണ്ടിട്ടുള്ളത് നല്ല ഏജ് ഉള്ള ആൾക്കാരാണ്. നമ്മുടെ OINP എന്ന് പറയുന്ന ഒണ്ടേരിയോയുടെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിനാണ് OINP എന്ന് പറയുന്നത്. അപ്പം അത് ഒണ്ടേരിയോ എന്നുള്ള പ്രൊവിൻസിൽ മാത്രമുള്ളൊരു സംഗതിയാണ്. നാട്ടിൽ മാസ്റ്റേഴ്സ് CLB 9 ഒരു 29 വയസ്സിൽ താഴെ ഒരു 3 വർഷം എക്സ്പീരിയൻസ് നാട്ടിലുള്ള ആൾക്കാണെങ്കിൽ 470 പോയിന്റ്സ് ആണ് ഓൺ ആൻ ആവറേജ് കിട്ടുന്നത്, സിംഗിൾ ആപ്ലിക്കന്റ് ആണെങ്കിൽ. ഇപ്പം കഴിഞ്ഞ ദിവസം പല റിപ്പോർട്ട്സും കേൾക്കുന്നുണ്ടായിരുന്നു. ഖത്തറിൽ നിന്നും സൗദിയിൽ നിന്നും കുവൈറ്റിൽ നിന്നും ഒക്കെ ആൾക്കാർ നല്ല ജോലി അവിടുന്ന് ഒത്തിരി പൈസ ഇങ്ങോട്ട് 45-50 ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ വരുന്നു. 2 വർഷം ജോലിയൊക്കെ സേഫാണ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് PR-ഉം ഇല്ല, കാര്യങ്ങളൊന്നുമില്ല, തിരിച്ചു പോകേണ്ട അവസ്ഥയാണുള്ളത്. അതിനെപ്പറ്റി എന്താ, അതിനെപ്പറ്റിയുള്ള അത് ഒത്തിരി പേരുണ്ട് ബിജു. അങ്ങനെ ഒത്തിരി ആൾക്കാരൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ട്. എസ്പെഷ്യലി നഴ്സസ്, മിഡിൽ ഈസ്റ്റിലുള്ള നഴ്സസ്. ഇപ്പം ഖത്തറിലൊക്കെ ഹമദിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സാലറി നല്ല 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 പേ ആയിരിക്കും. അപ്പൊ അവര് വെസ്റ്റേൺ കൺട്രി ബെറ്റർ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിലൊക്കെയാണ് അവരിങ്ങോട്ട് വരുന്നത്. വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് വരുമ്പോഴത്തേനും അവർക്ക് പറയുന്ന കാര്യം വന്നു കഴിഞ്ഞാൽ കുറച്ചാൾ കഴിയുമ്പോൾ PR കിട്ടും. അത് കഴിഞ്ഞ് പിള്ളേർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും കൂടെ PR കിട്ടും. പിന്നെ പഠിത്തം ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെ സബ്സിഡൈസ്ഡ് ട്യൂഷൻ ഫീ, ഡൊമസ്റ്റിക് ട്യൂഷൻ ഫീസ് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ കമ്പാരിസൺ ഒക്കെ അവർക്ക് കൊടുക്കും. അതായത് ഇന്റർനാഷണൽ സ്റ്റുഡന്റിന്റെ ഫീസ് കോളേജിലാണെങ്കിൽ 18,000 ടു ഒരു 22,000 വരെ വരാറുണ്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റീസ് ആണ്, യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ ഒക്കെ ആണെങ്കിൽ ഒരു 35,000 40,000 ഒരു പെർ ഇയർ ട്യൂഷൻ ഫീസ് വരാറുണ്ട്. അപ്പൊ അതിന് പകരം ഡൊമസ്റ്റിക് ഫീസ് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അപ്പൊ അവരുടെയൊക്കെ ഇങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇവർ കൂടുതൽ ആൾക്കാരും വരുന്ന അവരുടെ കുട്ടികളുടെ ഒരു ബെറ്റർ എഡ്യൂക്കേഷൻ അങ്ങനത്തെ രീതിയിലും സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. അപ്പൊ അവിടുത്തെ ജോലി ഉള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഒരു നേഴ്സ് ആയിരിക്കും, പുള്ളിക്കാരി അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യും. ഇവിടെ എവിടെയെങ്കിലും ഒരു കെയർ ഹോമിൽ ആരെങ്കിലും എന്തെങ്കിലും ജോലി അറേഞ്ച് ചെയ്തിട്ട് പൈസയും പേ ചെയ്തിട്ട് അങ്ങോട്ട് വരുന്നു. അങ്ങോട്ട് വന്നിട്ട് കുറച്ചാൾ അവിടെ നിന്ന് കഴിയുമ്പം ഇപ്പൊ ഒന്നാമത് LMAയുടെ 50 പോയിന്റും പോയി. അപ്പം ഈ പറഞ്ഞ ആൾക്കാർ, അത് ഏജ് കൂടിയുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. അവർക്ക് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ആയിരിക്കും ഉള്ളത്. ചിലപ്പോൾ BSc ബാച്ചിലേഴ്സ് കാണും. ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിലും ഡിപ്ലോമ ഉണ്ടെങ്കിലും PR-ലോട്ട് പോകാനായിട്ട് ഇപ്പൊ ഹെൽത്ത് കെയർ ഡ്രോ ആണെങ്കിൽ 505 504 ആയിരുന്നു ലാസ്റ്റ് ദിവസം ഉണ്ടായിരുന്ന ഡ്രോയെ. അപ്പം 777 IELTS-ഉം എക്സ്പീരിയൻസ്, ഇന്റർനാഷണൽ എക്സ്പീരിയൻസും ഈ കാനഡിയൻ എക്സ്പീരിയൻസും എല്ലാം ഉണ്ടെങ്കിൽ പോലും അതിലോട്ടൊക്കെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു സിറ്റുവേഷൻ അല്ല. എനിക്കറിയാവുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നല്ല IELTS സ്കോർ ഉണ്ട്, പക്ഷേ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് CEC-യിൽ മീറ്റ് ചെയ്യുന്നില്ല. ഇവൻ ഹെൽത്ത് കെയറിലോ എഡ്യൂക്കേഷനിലോ ഒന്നും വരാൻ ഉള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ട്. എല്ലാവർക്കും ഒരേ സ്കോർ ഉണ്ടാകുന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും നല്ല കാൻഡിഡേറ്റ്സ് ഉണ്ട്, അവിടെ പഠിച്ച കാൻഡിഡേറ്റ്സ് ഉണ്ട്, അവർക്ക് പോലും മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു 40 വയസ്സോ 45 വയസ്സോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ, 29 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓരോ വർഷവും ഈ ഫെഡറൽ എക്സ്പ്രസ് എൻട്രി കാറ്റഗറിയിൽ വരുമ്പോൾ പോയിന്റ് കുറയും നമ്മുടെ ഏജിനനുസരിച്ച്. അപ്പം ആള് ഇവിടെ വന്നു, ഫാമിലി ആയിട്ട് വന്നു, 2 വർഷം സ്മൂത്ത് ആയിരിക്കും. 2 വർഷം ഇവിടെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും, അത് കഴിയുമ്പോൾ അവർക്ക് PR കിട്ടാനുള്ള യാതൊരുവിധ ഓപ്ഷനും ഇല്ല എന്നുള്ള സിറ്റുവേഷൻ മനസ്സിലാവും. അങ്ങനെ അത് കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ പല ആൾക്കാരും എംപ്ലോയർ ഇനിയും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പൊ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അവർക്ക് ഇവിടെ നിന്നിട്ട് തിരിച്ചു പോകേണ്ടി വരും എന്നുള്ളൊരു സെനാരിയോ ആണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്നത് കേൾക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാർക്ക്. PR കിട്ടി 2 വർഷത്തിനകത്ത് PR കിട്ടിയവര് ചില ലൊക്കേഷനിലൊക്കെ എത്തുന്ന ആൾക്കാർക്കൊക്കെ അതിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചില PNP ഒക്കെ വെച്ചിട്ട് ചില ലൊക്കേഷനിൽ വരുന്ന ആൾക്കാർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നുമില്ല. PNPക്ക് എംപ്ലോയർ സപ്പോർട്ട് ചെയ്യത്തില്ല. PNPക്ക് അവരും ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടായിട്ട് അവർക്കത് PNP സപ്പോർട്ട് ഉണ്ടാകുന്നില്ല, PR-ഉം കിട്ടുന്നില്ല. ഇപ്പൊ 2 വർഷം കഴിയുമ്പോൾ എംപ്ലോയർ ആ കോൺട്രാക്ട് കഴിയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്ന് കേൾക്കുന്നു. പല ഗ്രൂപ്പുകളിലും, പല ഇമിഗ്രേഷൻ കൺസൾട്ടൻസിന്റെ ഗ്രൂപ്പിലും
പിന്നെ പേഴ്സണലി കുറച്ചൊക്കെ കേൾക്കുന്നതും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാരും കൂടുതലും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള നഴ്സസ് ആണ് കൂടുതലും ഇങ്ങനെ പൈസ പേ ചെയ്തിട്ട് ഈ വലിയ എമൗണ്ട് പേ ചെയ്തിട്ട് വരുന്നത്. അത് അതെല്ലാം ഒത്തിരി സ്കാമുകളുണ്ട് കാനഡയിൽ. മറ്റേ LMI ഇത് പറഞ്ഞിട്ട് ഒത്തിരി സ്കാമുകളുണ്ട്. എല്ലാം എൻക്വയറി ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അതായത് ഇപ്പം മറ്റു രാജ്യങ്ങളിലൊക്കെ സെറ്റിലായിട്ട് നിൽക്കുന്നവര് വെറുതെ ഓരോ എടുത്തിയാടി ഓരോ പരിപാടികൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഉള്ള പ്രശ്നങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം എനിക്കും ഉണ്ടായിരുന്നു. പല നോർത്ത് ഇന്ത്യൻ ഒന്റാരിയോ ഭാഗത്തു നിന്നൊക്കെ അവർക്ക് ഹോമിൽ അവർ 2 വർഷത്തെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. കാരണം അവിടെ മാനേജേഴ്സും സൂപ്പർവൈസേഴ്സും ഓണേഴ്സും ഒന്നും ഇല്ല. അവർ വലിയ ഹോമുകളാണ്. ഉം. പിന്നെ ഇവർ ചെയ്യുന്നത് ഇപ്പം സ്റ്റഡി വിസയിലോട്ട് മാറുന്നുണ്ട് കുറച്ച് പേര് നഴ്സസ് ഒക്കെ വന്നിട്ട്. ഓക്കെ. അതും പിന്നീട് എക്സ്പെൻസീവ് ആണല്ലോ അങ്ങനെ വരുമ്പോഴത്തേനും. അത് വീണ്ടും സ്റ്റഡി വിസയിലോട്ട് പോകുന്നു. പിന്നെയും PR-ന്റെ ചാൻസസ് പറയുമ്പോൾ കുറവായിരിക്കും വരുന്നത്. നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട് പറയേണ്ട ഒരു കാര്യമൊന്നുമല്ലേ ഉള്ളൂ. അത് കാരണമാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചത് രേഷനോട്. മാജിക് ഒന്നും ഇല്ല അതിനകത്ത്. അവരുടെ പോയിന്റ് മീറ്റ് ചെയ്താൽ മാത്രമേ എവിടെയും അവർക്ക് PR കിട്ടത്തുള്ളൂ. ലാംഗ്വേജ് സ്കിൽസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് അവിടെ വരേണ്ടത്. അപ്പൊ പോയിന്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ അതൊരു ഫാക്ടറാണ്. ഏജ് ഒരു ഫാക്ടറാണ്. ഇപ്പം ഇങ്ങനെ വന്നിട്ടുള്ള പല ആൾക്കാരുടെയും കണ്ടിട്ടുള്ളത് ഏജ് നല്ല ഏജ് ഉള്ള ആൾക്കാർ. അത് അവർക്ക് ഇൻകം ഉണ്ടായിരുന്നു, അവർക്ക് സേവിങ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ നോക്കുമ്പോൾ വെളിയിൽ വന്നിട്ട് ഒരു ബെറ്റർ ലൈഫ് എന്നുള്ള രീതിക്കാണ് ഇവരെല്ലാവരും ഉദ്ദേശിച്ച് വരുന്നത്. പക്ഷെ അത് ഇവഞ്ച്വലി ഇത് വർക്കൗട്ട് ചെയ്ത് വരുന്നത് വേറെ രീതിക്കാണെന്നുള്ളതാണ് ഉണ്ടാകുന്ന പ്രശ്നം. അതെ. ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ നമുക്ക് അടുത്ത രാജ്യത്തോട്ട് പോകാൻ വേണ്ടി തോന്നുന്നില്ല. ഇപ്പോൾ UK-യിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് പോകുന്നു, ഇന്ത്യയിൽ നിന്ന് പല അത് ഇമിഗ്രേഷൻ എപ്പോഴും നടക്കുന്ന കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഈ പോയിന്റ് കാൽക്കുലേഷൻ കറക്റ്റായിട്ട് എല്ലാവരും തന്നെ ചെയ്യണമല്ലോ. ഇപ്പം നഴ്സ് ആണെന്ന് പറഞ്ഞ് നമുക്ക് PR കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഏജ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പോകും. ഏത് കാറ്റഗറിയിലും അതാണല്ലോ. ഇപ്പം IT-യിലുള്ളവരാണെങ്കിലും പ്രായമായിട്ടുള്ളവർ വന്നു കഴിയുമ്പോൾ അതിൻ്റെതായ പോയിന്റ് PNB സപ്പോർട്ട് റിഡക്ഷൻ ചെയ്യുന്ന ഉണ്ടാവുമല്ലോ. സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ ആണോ? ഏജ് PNBക്ക് മാറ്റർ അല്ല. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ PNBയുടെ അലൊക്കേഷൻ ഇപ്പൊ ഒന്നാമത് ഒത്തിരി കുറവാണ്. PNB അലൊക്കേഷൻ. അപ്പൊ റീസെന്റ് ആണ് ഒരു ONPയുടെ ഡ്രോ നടന്നത്. ഒരു 7-8 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഡ്രോ നടന്നിട്ടുള്ളത്. അപ്പൊ അതിൽ വിളിച്ചിട്ടുള്ള ആൾക്കാരും അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരും തമ്മിലുള്ള നമ്പർ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ അത്ര ആൾക്കാർ ആസ്പിരൻസ് അവിടെ നിൽപ്പുണ്ട്. ഇതാണ് സിറ്റുവേഷൻ. എല്ലാ PNB പ്രോഗ്രാംസിനും അലൊക്കേഷൻ കുറവുണ്ട്. ഈ ONP ഒന്ന് വിശദീകരിക്കാമോ എന്താണെന്നുള്ളത്? നമ്മുടെ പലരും പല സ്ഥലങ്ങളിൽ നിന്ന് കാണും. അത് കാരണം PNB എന്ന് പറഞ്ഞൊരു പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമാണ്. പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം. നമ്മുടെ ONP എന്ന് പറയുന്ന ഒണ്ടേരിയോയുടെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിനാണ് ONP എന്ന് പറയുന്നത്. അപ്പം അത് ഒണ്ടേരിയോ എന്നുള്ള പ്രൊവിൻസിൽ മാത്രമുള്ളൊരു സംഗതിയാണ്. ഇപ്പൊ സസ്കച്ചുവാൻ ആണെങ്കിൽ അവിടെ SINP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. ആൽബർട്ടയിൽ ആൽബർട്ട PNP ഉണ്ട്. BCയിൽ BC PNP ഉണ്ട്. ഓരോ പ്രൊവിൻസിലും ഓരോ PNP ഉണ്ട്. ഇത് ഒണ്ടേരിയോയിൽ മാത്രമുള്ള ഈ പ്രൊവിൻസിന് വേണ്ടി മാത്രമുള്ള PNP ആണ്. അപ്പം ഇവിടെ വരുന്നത് നമുക്ക് അത് 3-4 കാറ്റഗറീസ് ഉണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഒരു കാറ്റഗറി ഉണ്ട്. അതാണ് കോമൺ ആയിട്ട് ആൾക്കാർക്ക് കിട്ടാറുള്ളത്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മീഡിയം വേജ് റിക്വയർമെന്റ് ഇല്ല. അതിന് ലോ വേജ് ആണെങ്കിലും അത് വേജ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യും. പിന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എലിജിബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ച ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവരുടെ പ്രോഗ്രാം കഴിഞ്ഞ് 2 വർഷത്തിനകത്ത് ഈ ഒരു സ്ട്രീമിലോട്ടുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. ഈ 2 വർഷത്തിനകത്ത് അവർക്ക് ഈ സ്ട്രീമിൽ കൂടെ മുന്നോട്ട് പോകണം. അപ്പൊ ഒന്ന് ഈ വേജസ് ഈ പറഞ്ഞ പോലെ മറ്റൊന്ന് മീഡിയം വേജസ് വരുമ്പോൾ പല ആൾക്കാർക്കും അത് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കറിയാവുന്ന ഒരു വെൽഡിങ് ചെയ്യുന്ന ഒരാള് നാട്ടില് BTech കഴിഞ്ഞാണ്. പുള്ളി വെൽഡറായിട്ട് വർക്ക് ചെയ്യുന്നു. അവിടെ വെൽഡിങ് സൂപ്പർവൈസർ എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ പുള്ളിക്ക് പേ കിട്ടുന്നത് 18-19 ഒക്കെ ഉള്ളൂ പേ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിക്ക് പേ കിട്ടേണ്ടത്, അതായത് ONPക്ക് പ്രകാരം അവർക്ക് പേ കിട്ടേണ്ടത് ഒരു 25+ ആയിരിക്കും കിട്ടുന്നത്. ഞാൻ എക്സാക്ട്ലി എനിക്ക് നോക്കിയാലേ അറിയത്തുള്ളൂ. എല്ലാ ജോബ് ടൈറ്റിലിനും ഒരു മീഡിയം വേജും ഹൈ വേജും ഒരു ലോ വേജും ഉണ്ട്. അത് ഓരോ സ്ഥലത്തെ ഉണ്ട്. അതൊന്നും ബൈഹാർട്ടായിട്ട് ഓർത്തിരിക്കാനുള്ള മാർഗ്ഗമില്ല. അതൊക്കെ നോക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ സെനാരിയോയിൽ മീറ്റ് ചെയ്യുന്നത് ഇപ്പം ഇന്റർനാഷണൽ സ്റ്റുഡന്റ് അല്ല പുള്ളി വന്നത് സ്പോർട്സ് ഓപ്പൺ വർക്ക് പെർമിറ്റ് വന്നതാണ്. പുള്ളിക്ക് പക്ഷെ പുള്ളിയുടെ കാറ്റഗറിയിൽ കയറണമെങ്കിൽ പുള്ളിക്ക് മീഡിയം വേജ് മീറ്റ് ചെയ്യണം. പുള്ളിക്ക് മീഡിയം വേജ് ഇല്ല. അപ്പൊ പുള്ളിക്ക് പിന്നുള്ളൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഫോർ എക്സാമ്പിൾ പുള്ളിയുടെ വൈഫിനാണെങ്കിൽ ഈ ലോ വേജ് മതി, മീഡിയം വേജിന്റെ ആവശ്യമില്ല.
അതാണ് ഇവിടുത്തെ ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു എംപ്ലോയ്മെന്റ് ജോബ് ഓഫർ എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ എംപ്ലോയറെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ എംപ്ലോയറിനെ എലിജിബിലിറ്റി മീറ്റ് ചെയ്യണം. എംപ്ലോയർ GTAക്കകത്താണെങ്കിൽ ഇത്ര ഇത്ര അവരുടെ ഒരു ആനുവൽ നെറ്റ് ഇൻകം എനിക്ക് മീറ്റ് തോന്നുന്നു 1 ചെയ്യുന്നത് മില്യൺ ടേൺ ഓവർ വേണം എന്ന് തന്നെയാണ് തോന്നുന്നത്. കഴിഞ്ഞ വേണം. ഇവിടെ GTAക്കകത്താണ് 1 മില്യൺ വേണം. അതിന് വെളിയിലാണെങ്കിൽ 500,000 അത്രയും വേണം. പിന്നെ 5ഓളം പെർമനന്റ് റെസിഡൻസോ അല്ലെങ്കിൽ കനേഡിയൻ സിറ്റിസൻസോ വർക്ക് ചെയ്യുന്ന സ്ഥാപനമായിരിക്കും. വർക്ക് ചെയ്യണം. ഇവിടെ ഔട്ട്സൈഡ് GT ആണെങ്കിൽ അത് 3 മതി. അങ്ങനെ പിന്നെ എംപ്ലോയർ തന്നെ കുറെ കാര്യങ്ങൾ റിവീൽ ചെയ്യണം. അവരുടെ കുറെ കാര്യങ്ങളൊക്കെ അഡീഷണലി എഴുതി തരേണ്ടതുണ്ട്. ചില എംപ്ലോയേഴ്സ് അത് എഴുതി കൊടുക്കുന്ന കാണാറില്ല. കൂടുതൽ ഈ ഫാക്ടറീസും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് മറ്റേ ഈ ONPയുടെ എംപ്ലോയേഴ്സ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാറുള്ളത്. അപ്പം ONP എംപ്ലോയർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അത് വെച്ചിട്ട് PR കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാൽ 7 മാസം 8 മാസം കഴിഞ്ഞിട്ടാണ് ഒരു ഡ്രോ വന്നത്. അപ്പൊ ഇങ്ങനെ ഇനി അടുത്തൊരു 8 മാസം കഴിഞ്ഞിട്ട് ഡ്രോ വരുമ്പം അവിടെയും വന്നപ്പം പോയിന്റ് കൂടുതലുള്ള ആൾക്കാർ മേളിലോട്ട് നീക്കും. ഈ സെയിം ആണ് ഹെൽത്ത് കെയർ ഡ്രോയിലും ഉണ്ടാകുന്നത്. അതായത് റീസെന്റ് ഒരു ഹെൽത്ത് കെയർ ഡ്രോ നടന്നു. കഴിഞ്ഞ മാസം നടന്നത് 500 പോയിന്റ്സ്, ഈ മാസം നടന്നത് 500 പോയിന്റ്സ്. 500 പോയിന്റ്സ് അല്ല, 500 ആൾക്കാർക്ക് മാത്രമേ ഡ്രോ ഉള്ളൂ. അപ്പൊ ആ ക്രീമിന് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് നല്ല പോയിന്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതില് അബ്സോർവ് ചെയ്യപ്പെടുന്നു. അതാണ് പ്രശ്നം. ഇവർ നടത്തുന്നത് വളരെ നോമിനൽ നമ്പർ ഓഫ് ഡ്രോ ആണ് നടത്തുന്നത്. അതിലാണെങ്കിലും അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പോയിന്റ് IELTSന്റെ സ്കോറും എല്ലാം മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് പിക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൂ. പിന്നെ ഇന്റർനാഷണലി ഉള്ള ആൾക്കാർക്ക്, ഔട്ട്സൈഡ് കാനഡ ഉള്ള ആൾക്കാർക്ക് കാനഡിയൻ എക്സ്പീരിയൻസും കാനഡിയൻ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇപ്പോഴത്തെ പോയിന്റ് വെച്ചിട്ട്. പിന്നെ ഏതെങ്കിലും PNBയുടെ ഹ്യൂമൻ ക്യാപിറ്റൽ പ്രയോറിറ്റിയിലോ ഒക്കെ വന്നാലായി. അല്ലാതെ ഇപ്പം ലാസ്റ്റ് നടന്ന ഇതിൽ ഹെൽത്ത് കെയർ ഡ്രോയിലൊക്കെ വന്നിരിക്കുന്ന പോയിന്റ് ഇന്റർനാഷണലി ഉള്ള ഒരു കാൻഡിഡേറ്റിന് മീറ്റ് ചെയ്യുന്ന അത്ര എളുപ്പമല്ല. 505 എന്നൊക്കെ ഉള്ള ഒരു സ്കോർ വരുന്നത് അവർക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നാട്ടിലെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഒരു IELTSന് 8777, അത് CLB-9 എന്ന് പറയും. CLB-9ഉം നാട്ടിൽ മാസ്റ്റേഴ്സും പ്ലസ് നാട്ടിൽ മാസ്റ്റേഴ്സ് CLB-9 ഒരു 29 വയസ്സിൽ താഴെ ഒരു 3 വർഷം എക്സ്പീരിയൻസ് നാട്ടിലുള്ള ആൾക്കാണെങ്കിൽ 470 പോയിന്റ്സ് ആണ് ഓൺ ആൻ ആവറേജ് കിട്ടുന്നത്, സിംഗിൾ ആപ്ലിക്കന്റ് ആണെങ്കിൽ. അപ്പൊ അവർക്കൊരു സിബ്ലിംഗ് ഇവിടെ ഉണ്ടെങ്കിൽ 15 പോയിന്റ് അഡീഷണൽ കിട്ടും. അപ്പം എങ്ങനെയാണെങ്കിലും 485 പോയിന്റ്സേ വരത്തുള്ളൂ. പക്ഷെ ഇപ്പം ഡ്രോ നടക്കുന്നത് 500+-നാണ് ഡ്രോ നടക്കുന്നത്. അവർക്ക് ആ സ്കോറിലോട്ട് താഴോട്ട് വന്നാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ ഉള്ളവർക്ക് പോലും അത് നടക്കത്തുള്ളൂ. ജനറൽ കാറ്റഗറിക്ക് ഇതൊന്നും ബാധകമല്ല കേട്ടോ. ജനറൽ കാറ്റഗറി നാട്ടിൽ നിന്ന് വരുന്നത് സെനാരിയോ ഒക്കെ വളരെ ഇതാണ്. ഇപ്പൊ നാട്ടിലാണെങ്കിൽ പല ആൾക്കാർ ഇത് ചെയ്യാറുണ്ട്. അവരെവിടെ ഓഫീസിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് 6.5 IELTS ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം, 18 മാസത്തിനകത്ത് പോകും, 24 മാസത്തിനകത്ത് പോകും എന്നൊക്കെ പറയും. ആളവിടെ എത്തുന്ന സെനാരിയോ ഒന്നും ഉണ്ടാകാറില്ല. ഈ പ്രൊഫൈൽ അതിനകത്ത് കയറി കിടക്കും. 400 പോയിന്റ് 450 പോയിന്റ് ഒക്കെ ആയിട്ട് കയറി കിടക്കും. പോയിന്റ് 450 വിളിക്കുന്ന 540 പ്ലസും 530 പ്ലസും ഒക്കെയാണല്ലോ വിളിക്കുന്നത്. ഈ കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലാണ് ഇപ്പൊ വിളിക്കുന്നത്. ഇപ്പൊ ഫെഡറൽ അല്ലാതെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്കോർ തന്നെ നിൽക്കുക, അതിനേക്കാളും കൂടുതൽ ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. അത് കൈൻഡ് ഓഫ് ഇമ്പോസിബിൾ എന്നുള്ള സിറ്റുവേഷനിലോട്ട് പോവാണ്. അപ്പം സ്കാം ഒത്തിരി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവയർനെസ് എന്നുള്ള രീതിയിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാർ അങ്ങനെ ചിലപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇവർ പൈസ പോകുന്നതിനേക്കാളും കൂടുതൽ ചിലർ ഭയങ്കരമായിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഇതിന് ട്രസ്റ്റ് ചെയ്യും. അപ്പൊ അവര് പറയും ഇന്ന ഏജൻസി വഴി, ഇന്ന ആൾക്കാർ വഴി. ചില ആൾക്കാരൊക്കെ ലൈസൻസ്ഡ് ഒന്നും അല്ലാത്ത ആൾക്കാർ തന്നെ പല രീതിയിലും ഈ എന്താ പറയുക ഫേസ്ബുക്കിലൂടെയും അല്ലാതെയോ ഒക്കെ അഡ്വർടൈസ്മെന്റ് ഇട്ടിട്ട് ആളെ കൊണ്ടുപോകുന്നു. ഇവർക്ക് നഴ്സുമാർക്ക് അവസരം, കാനഡയിലും ഡോക്ടർമാരെ എന്താ പറയുക ഡെന്റിസ്റ്റുമാരെ കിട്ടാനില്ല, നഴ്സുമാരെ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടാനായിട്ട് പറ്റും. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ ഡ്രോയിലോട്ട് വരുന്നതാണ്. ഇപ്പം കാനഡയിൽ പഠിച്ചിട്ട് കാനഡയിൽ എക്സ്പീരിയൻസ് ഉള്ള പിള്ളേർക്ക് കാര്യങ്ങൾ നടക്കാതെ തിരിച്ചു പോകുന്ന സിറ്റുവേഷനാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നാട്ടിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ സിറ്റുവേഷൻ ഊഹിക്കാമല്ലോ. അപ്പം സ്റ്റിൽ ഒത്തിരി ആൾക്കാർ ഇപ്പോഴും പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നു. സ്റ്റിൽ ഒത്തിരി ആൾക്കാർ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നു. അവരുടെ ടൈം അവിടെ വേസ്റ്റ് ആവുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം.